പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വർധനവ് നിലവിൽ വരും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്നത്. കാരണം പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പായി തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് 3000 രൂപ പെൻഷനാക്കുമെന്നാണ്. ഇതിൻ്റെ നടപടികളിലേക്ക് ബഡ്ജറ്റിനോടുകൂടിയൊക്കെ പോകും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു തുക ഒറ്റത്തവണയായി വർദ്ധിപ്പിക്കുന്നതിന് പകരമായി 2-3 തവണയായിട്ട് 3000 രൂപയിലേക്ക് പറഞ്ഞിരിക്കുന്ന തുക എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ബഡ്ജറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഉണ്ടാകും എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ക്ഷേമ പെൻഷൻ കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്ന ഒരു നടപടി ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ കുറച്ച് ഇത് വരുത്തി എങ്കിൽ പോലും അതിനുശേഷം കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. ഈ സർക്കാരും അതേ നടപടി മുന്നോട്ട് കൊണ്ടുപോകും, കറക്റ്റായിട്ട് തുക വിതരണം ചെയ്യും, ഇതിൽ മാറ്റം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ മാസത്തിൽ തുക വിതരണം ചെയ്ത സമയത്ത് കൈകളിലേക്ക് തുക എത്തിയപ്പോൾ ചില ഇടങ്ങളിൽ മാത്രം കുറച്ച് സാവകാശം ഉണ്ടായി, അല്ലെങ്കിൽ കുറച്ച് താമസമുണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയത്ത് തുക കറക്റ്റായിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. യാതൊരു കാരണവശാലും ഉദ്യോഗസ്ഥ തലത്തിലുള്ള എന്തെങ്കിലും താമസങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു മാസത്തെ, അതായത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം നേരത്തെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. കഴിഞ്ഞ മാസത്തെ തുക വിതരണത്തിൽ ചില ഇടങ്ങളിൽ വന്ന പാളിച്ചകൾ കാരണം സർക്കാരിന് ചെറിയ രീതിയിലാണെങ്കിലും തുടക്കത്തിൽ തന്നെ വിമർശനം വെക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ 20-ാം തീയതിയോടുകൂടി തന്നെ തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം തുക വിതരണം ചെയ്തത് ബാങ്ക് അക്കൗണ്ട് വഴിയായിരുന്നു. പക്ഷേ കൈകളിലേക്ക് തുക എത്തിയപ്പോൾ ചില ആളുകൾക്ക് താമസം വന്നിരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഈ തവണ തുടക്കത്തിൽ തന്നെ കൈകളിലേക്ക് ഉള്ള ആളുകൾക്ക് തുക വളരെ പെട്ടെന്ന് എത്തിക്കുക, അതിനുശേഷം ഈ ഒരു തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. മാത്രവുമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്ഷേമ പെൻഷൻ്റെ തുക വർധനവ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ പരിശോധന കൂടുതൽ കർശനമാക്കുവാനും വേണ്ട നടപടികൾ, ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാനും സർക്കാർ തയ്യാറായേക്കും എന്നുള്ളതാണ്. കാരണം കൂടുതൽ തുക ക്ഷേമ പെൻഷന് വേണ്ടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. തുക വർദ്ധിപ്പിക്കുമ്പോൾ 3000 രൂപയിലേക്കൊക്കെ തുക വർദ്ധിക്കുകയാണ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ പക്ഷം 400 കോടി രൂപയ്ക്ക് മുകളിൽ അധിക വിഹിതമായിട്ട് സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനം കൂട്ടി തുക കൂടുതൽ കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാൻ വേണ്ട നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള പരിശോധന, ഭൗതിക സാഹചര്യം വിലയിരുത്തൽ, മുൻപ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇപ്പോൾ പെൻഷൻ വാങ്ങാൻ മുൻപ് പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ഇപ്പോൾ പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാത്ത ആളുകളെല്ലാം നടപടിയുടെ ഭാഗമായി കൊണ്ടുവരും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.